നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ ചെക്ക് വെച്ച് ശ്രീകണ്ഠൻ. പിണറായിയുടെ തട്ടകത്തിലേക്ക് ബലി കൊടുക്കാനോ ഈ നീക്കം? രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ സതീശന്റെ മാസ്റ്റർ പ്ലാൻ. ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കൃത്യമായ നിർദ്ദേശങ്ങളോടെ എത്തിയ ഒരു ദൂതനാണ് ശ്രീകണ്ഠൻ. കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ മടിക്കുന്ന ചില കടന്ന വായനകളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചാണക്യതന്ത്രം ഉണ്ടോ? പാലക്കാട് സ്വതന്ത്രമായി മത്സരിക്കാനുള്ള രാഹുലിൻ്റെ നീക്കം അത് UDFന് വലിയ തലവേദനയാകും. ആ സാഹചര്യം ഒഴിവാക്കാൻ പാർട്ടി നൽകുന്ന വമ്പൻ ഓഫറാണ് പ്രധാന അജണ്ട. രാഹുലിനെ വീണ്ടും പാർട്ടിയിൽ സജീവമാക്കാനും അതിലൂടെ പാർട്ടിയിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാനും ആഗ്രഹമുണ്ടെങ്കിലും അതിനൊരു കണ്ടീഷനുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ തട്ടകമായ ധർമ്മടത്ത് പോയി പോരാടണം. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്താനാണ് കോൺഗ്രസിൻ്റെ കൽപ്പന. എന്നാൽ രാഹുൽ ശ്രീകണ്ഠന് മുന്നിൽ വെച്ച കണക്കുകൾ അത്ര നിസ്സാരമായിരുന്നില്ല. പിണറായിയുടെ ഓരോ വർഷത്തെയും ഭൂരിപക്ഷവും പാർട്ടി ഗ്രാമങ്ങളിലെ കരുത്തും ശ്രീകണ്ഠന് മുന്നിൽ രാഹുൽ വിവരിച്ചു കൊടുത്തു. സിറ്റിംഗ് മുഖ്യമന്ത്രിയെ നേരിടാൻ യുവരക്തത്തെ ഇറക്കുന്നത് ഒരു ആവേശമായി മാറ്റാമെന്നും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാക്കി ധർമ്മടത്തെ മാറ്റാമെന്നും യുവജനങ്ങളെയും സ്ത്രീകളെയും സ്വാധീനിച്ചുകൊണ്ട് ജയിച്ചു വരാൻ പോലും കഴിയുന്ന ഒരു മണ്ഡലമാകും എന്നും ശ്രീകണ്ഠൻ രാഹുലിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. തന്നിൽ കോൺഗ്രസിനുള്ള വിശ്വാസത്തിന് അദ്ദേഹം നന്ദി പറയുമ്പോഴും തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനായി ഒരു ബലിമൃഗത്തെ പോലെ തന്നെ ഉപയോഗിക്കേണ്ടതില്ല എന്ന് തുറന്നു പറയാനും രാഹുൽ മടിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ധർമ്മടത്ത് പരാജയപ്പെട്ടാൽ പോലും രാഹുലിനെ കൈവിടില്ലെന്ന് ശ്രീകണ്ഠൻ അദ്ദേഹത്തിന് ഉറപ്പു നൽകി. നിങ്ങൾ മുഖ്യമന്ത്രിയോട് പൊരുതി തോൽക്കൂ, പകരമായി അടുത്തു വരുന്ന ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ മണ്ഡലം നൽകി ജയിപ്പിക്കാമെന്നും മന്ത്രിസ്ഥാനം വരെ നൽകാമെന്നും ആയിരുന്നു ഈ ഓഫർ. അഥവാ ഡൽഹിയിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ പാർലമെന്റിലേക്ക് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും, അതുപോരായെങ്കിൽ രാജ്യസഭയിലേക്കുള്ള ആദ്യ സീറ്റിലൂടെ രാജ്യസഭയിൽ എത്തിക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ കഴി തെളിയിക്കാനും ഇന്ത്യയെ മൊത്തം അറിയുന്ന നേതാവാകാനും കഴിയുമെന്നുമൊക്കെ രാഹുലിനെ അദ്ദേഹം ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായും കേന്ദ്ര നേതാക്കളുമായും കൂടുതൽ അടുക്കാൻ കഴിയുമെന്നും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു മീഡിയേറ്ററുടെ റോളാണ് ശരിയായിട്ടും ശ്രീകണ്ഠൻ ഇവിടെ നിർവഹിച്ചത്. എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ചൂതാട്ടമാണ്. ഒന്നുകിൽ ഇവിടെ പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ ഏറ്റവും വലിയ യുവനേതാവാകുകയും, അല്ലെങ്കിൽ ധർമ്മടത്തെ തെരഞ്ഞെടുപ്പ് ചൂളയിൽ വെന്ത് അദ്ദേഹം വെണ്ണീറാവുകയും ചെയ്യും. എന്തായാലും ശ്രീകണ്ഠൻ്റെ ഈ സന്ദർശനം രാഷ്ട്രീയതരങ്ങൾ മാറ്റിമറിക്കും എന്നത് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത നിലപാട് എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.